ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരടിപൊളി മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് ചപ്പാത്തിക്കൊപ്പവും അപ്പത്തിനൊപ്പവും ചോറിനൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. നമുക്ക് ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ പാത്രത്തിലോട്ട് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചോപ്പ് ചെയ്തത്, വെളുത്തുള്ളി, രണ്ട് പച്ചമുളക്, 1.5 സവാള, കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി, അര ടേബിൾ സ്പൂൺ ഗരം മസാല. ഇനി ഇത് നമുക്കൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിക്കൊടുക്കാം. പൊടി കരിയുന്നതിന് മുമ്പ് നമുക്കിതിലോട്ട് ടൊമാറ്റോയുടെ പ്യൂരി ചേർത്ത് കൊടുക്കാം. ഇത് 3 ടൊമാറ്റോ ചൂടുവെള്ളത്തിൽ ഒന്ന് ഇട്ടിട്ട് അതിൻ്റെ തൊലിയൊക്കെ മാറ്റി മിക്സിയിൽ അടിച്ചെടുത്തതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്കാം. ടൊമാറ്റോ അരച്ച ജാറിലോട്ട് തന്നെ നമുക്ക് 1 പിടി കാഷ്നട്ടും 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതോടെ ചേർത്ത് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ മസാല എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂട് വെള്ളമാണ് ഒഴിക്കേണ്ടത്, പച്ചവെള്ളം ഇതിലോട്ട് ഒഴിക്കരുത്. ഇനി നമുക്കിത് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. തുറന്ന് നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ ഗ്രേവിയിലോട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിത് 2-3 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇത് ഏകദേശം 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന തേങ്ങയും കാഷ്യൂസും അരച്ച പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കഴിഞ്ഞാൽ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല.
ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കസ്തൂരി മേത്തി കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് അതിൻ്റെ നല്ലൊരു ഫ്ലേവർ ഈ മുട്ടക്കറിക്ക് കൊടുക്കും. ഇത് ഒഴിവാക്കരുത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങളും ഈ രീതിയിൽ മുട്ടക്കറി ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.